ഹായ് സ്റ്റുഡൻസ്. നമ്മുടെ എൻട്രൻസ് പ്രിപ്പറേഷൻ കുറേ കാലം കൊണ്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് എൻട്രൻസ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലം തൊട്ടേ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്ലാസ്സസ് നടക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിനകത്ത് ചില പ്രതിഭകൾ ഉണ്ടാവും. അവരെ നമ്മൾ തിരിച്ചറിയാൻ ലേറ്റ് ആയി പോകും. അങ്ങനെ ഞാൻ ഒരു വർഷം കണ്ടെത്തിയ ഒരു പ്രതിഭ ഉണ്ടായിരുന്നു. അതായത് ഒരു നല്ലൊരു കുട്ടി. അവൻ ക്ലാസ്സിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാ കുട്ടികളുടെയും കൂടെ ഇരിക്കുന്നു. അവൻ ക്ലാസ്സിൽ വരുന്നു, അതായത് നമ്മളുടെ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അത്ര സീരിയസ് ഒന്നുമല്ല ആള്. അപ്പൊ ഇതില് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഒരുപാട് കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ ഈ ക്ലാസിന്റെ ഇടയിൽ നിന്ന് ഇവനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഇവനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എക്സാമിന്റെ തലേ ദിവസം ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഒരു 5-6 കുട്ടികളുടെ പാരന്റ്സ് തന്നെ അവരെ കമ്പൽ ചെയ്തു. അതായത് നീ വീട്ടിൽ ഇരുന്ന് പഠിക്കണ്ട, നീ എന്ത് ചെയ്താൽ മതി, നീ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇരുന്ന് പഠിച്ചാൽ മതി. അപ്പൊ അന്ന് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി, നീ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതിയാൽ മതി, നീ വീട്ടിൽ ഇരുന്ന് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സിന്റെ ഓരോ കൺസേൺസ് ഉണ്ടല്ലോ. അങ്ങനെ അവനെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടിരുത്തി പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ രാവിലെ ചെല്ലുമ്പോൾ അവൻ ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ടുണ്ട്, അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ബട്ട് ഹീസ് നോട്ട് ബോതേഡ്. അതായത് നാളെ എക്സാമിന് എന്ത് സംഭവിച്ചാലും അവന് പ്രശ്നമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളെല്ലാരും ചെയ്യുന്നത് പോലെ അവൻ പ്രിപ്പയർഡ് ആണ്. അതായത് എക്സാമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ അവൻ പ്രിപ്പയർഡ് ആണ്. അവൻ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ്ഡ് ആണ്. ഞാൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞു തരണം, അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ വിരൽ കാണിക്കുമ്പോൾ ഇന്ന ഉത്തരം പറഞ്ഞു തരണം, ഇങ്ങനെയൊക്കെ അവൻ റെഡിയാണ്. അപ്പൊ അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ ഒരു 5-6 കുട്ടികളുടെ ആ ഗ്രൂപ്പില് ഒരു കുട്ടി, ആ കുട്ടി ഒരു ടഫ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അത് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അതായത് ലാസ്റ്റ് മിനിറ്റിൽ അതൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഈ കുട്ടികളെ ഒരു ബെഞ്ചിന് ചുറ്റും ഇരുത്തിയിട്ട് ഞാനും അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറയുന്ന ഈ കുട്ടി ഉണ്ടല്ലോ, ഈ പയ്യൻ, അവൻ എന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അതായത് എന്റെ ലെഫ്റ്റ് ഹാൻഡിന് അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ അവന്റെ മുഖത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്ചര്യമാണ്, അതേപോലെ ഒരു ചെറിയൊരു ചിരിയാണ്. അപ്പൊ ഈ ചിരിയും ഈ പറയുന്ന ആശ്ചര്യം കണ്ടപ്പോ ഞാൻ കരുതി എന്താ ഈ സംഭവം എന്ന്. എനിക്കത് മനസ്സിലായില്ല ആ സമയത്ത്. എന്നാൽ ഞാൻ ഈ കണ്ടന്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും ഓക്കെയാണ്. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ പോയിരുന്നു പഠിക്കുന്നു. സമയത്ത് ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ പറയുന്ന സാധനം ഇങ്ങനെ കേൾക്കുന്നത്. ഇത്രയും കാലം എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇതിപ്പോ മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കിൽ അവന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അല്ല, നിനക്ക് ഇപ്പോ +2 കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ റെഗുലർ ഉത്തരമാണത്. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെയാണ് അവരുടെ ഉത്തരങ്ങൾ. അത് സിമ്പിൾ ഉത്തരങ്ങളാണ്, പക്ഷേ ഡേഞ്ചറസ് ഉത്തരങ്ങളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പയ്യനും അതുപോലെ തന്നെയാണ്. ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് +2 കഴിയണം. +2 കഴിഞ്ഞതിന് ശേഷം അവന്റെ അച്ഛൻ ഒരു ഒരു ഡെയിലി വേജസിൽ, അതായത് നമ്മളുടെ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഹി ടോൾഡ് അച്ഛന്റെ കൂടെ സഹായത്തിന് പോകണം. അവൻ സിംപ്ലി അത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. ഞാൻ അവനെ വേറൊരു രീതിയിലൊന്നും പറയാൻ നിന്നില്ല, കാരണം നെക്സ്റ്റ് ഡേ എക്സാം ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി നീ ഇത്. അവൻ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, എല്ലാം കഴിഞ്ഞ് എന്റെ അടുത്ത് കോൺടാക്ട് നമ്പർ ഒക്കെ വാങ്ങി അവൻ പോയി എക്സാം എഴുതാൻ പോയി. എക്സാം കഴിഞ്ഞതിന്റെ അന്ന് വൈകുന്നേരം ഒരു കാര്യം ഉണ്ടായി. എക്സാം കഴിഞ്ഞതിന്റെ അന്ന് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എന്റെ ഫോണില് ഒരു മെസ്സേജ് വന്നു. ഹായ് സാർ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ എടുത്തു, ഹായ് ഗുഡ് ഈവനിങ്. അപ്പൊ അതിന് നമ്പറാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഞാൻ ഇന്ന ആളാണ് സാർ, ഇന്നലെ എനിക്ക് ക്ലാസ് എടുത്തു തന്നു, ഇന്ന ഒരു കണ്ടന്റ് പറഞ്ഞു തന്നു. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറ് പറഞ്ഞു തന്ന കാര്യം, ആ കാര്യം ഞാൻ ആരടുത്തും ചോദിച്ചില്ല, ഞാൻ ഒരിടത്ത് നോക്കിയല്ല എഴുതിയത്, എനിക്കത് എഴുതാൻ പറ്റി. എക്സാമിന് അത് വന്നു, അതെനിക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റി. ആ പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ്. സർ, ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ പാടുള്ള പണിയാണ്, എനിക്കത് പഠിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ടൊക്കെ അത് എഴുതിയെടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇങ്ങനത്തെ എത്ര കുട്ടികൾ നമ്മളുടെ ക്ലാസ് റൂമിൽ ഈ ഒരു ഐഡിയ കിട്ടാണ്ട് സ്പ്രെഡായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവര് വേറെ വേറെ ഫീൽഡുകളിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർഹതയുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. ഇത് ഈ ക്രൗഡിൽ പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. അവനെ ആ ഒരു ദിവസം എന്റെ അടുത്ത് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവൻ ആ കണ്ടന്റ് മനസ്സിലായതും അവന് പഠിക്കാൻ പറ്റുമെന്ന് അവന് തിരിച്ചറിയാനും പറ്റിയത്. അതായത് അവന് ഒറ്റയ്ക്ക് ഈ പറയുന്ന സാധനം അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അവന് മനസ്സിലായത് അങ്ങനെയാണ്. അങ്ങനെ മനസ്സിലാക്കപ്പെടാതെ കിടക്കുന്ന എത്രയോ കുട്ടികളുണ്ട്.
അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിക്കാൻ മനസ്സുണ്ട് എങ്കിൽ, നല്ല പോലെ പഠിക്കാനുള്ള ഒരു മനസ്സ് നന്നായിട്ടുണ്ട് എങ്കിൽ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസിൽ നല്ല മാർക്കുകൾ നേടാൻ പറ്റും. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, അത് സത്യം തന്നെയാണ്. അതിൽ ആരാണോ മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് കിട്ടും, അതിൽ നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി അതേപോലെ ഈ വർഷം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ പല ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ പോലും ഞങ്ങൾ എന്ത് ചെയ്തു, എൻട്രൻസ് പ്രിപ്പറേഷനിൽ കേട്ടു. അവർ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, യു ആർ ജെംസ്. നിങ്ങൾ എല്ലാവരും എന്താണ്, ഓരോ എന്താ പറയാ, നല്ല എന്താണ് ഒരു എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ജെമ്മാണ്. അതായത് അവര് എന്താ പറയാ, നിങ്ങൾ ആരും അറിയാണ്ട് കിടക്കേണ്ടവരാ അല്ല. നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്ത്, അതേപോലെ നിങ്ങൾ എക്സാംസിൽ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്ത് റിസൾട്ട് നേടിയെടുക്കേണ്ട ആൾക്കാരാണ്. നിങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുമായിട്ട് അടുത്തറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ക്രൗഡിൽ പെട്ടുപോകരുത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എൻട്രൻസ് പ്രിപ്പറേഷൻ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. സോ സീ യു.